ഹായ് ഡിയേഴ്സ്, വെൽക്കം. കഴിഞ്ഞ ദിവസം കിച്ചു രേണുവിൻ്റെ വീട്ടിൽ പോയി വന്നതിന് ശേഷം ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുകയുണ്ടായി. ആ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കേട്ട് രേണുസുധി അതുവരെ ക്ഷീണിതയായി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഒരു മാസത്തോളമായി ഈ ക്യാൻസർ ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടുള്ള കീമോയുടെ ക്ഷീണവും എല്ലാ പ്രശ്നങ്ങളും കാരണം യാതൊരു ഉന്മേഷവുമില്ലാതെ ഇങ്ങനെ കിടക്കയിൽ തന്നെ കിടന്ന രീതിയിലൊക്കെയായിരുന്നു രേണു വീഡിയോ ഇട്ടുകൊണ്ടിരുന്നത്. കാരണം അത്രയും ക്ഷീണിതയായി ഒന്ന് എണീറ്റ് നിൽക്കാൻ പോലും ശക്തിയില്ലാതെ സ്വന്തം ചേച്ചിയുടെ സഹായത്താലാണ് എഴുന്നേറ്റ് നിൽക്കുന്നത്. അതേപോലെ ഭക്ഷണം കഴിക്കുന്നതും ഒന്നിനും ആവാതെ അറിയാം. പൊതുവേ കീമോ എടുക്കുമ്പോഴുള്ള പ്രയാസങ്ങൾ അത് അനുഭവിച്ചവർക്ക് മാത്രമേ അറിയുള്ളൂ. പ്രത്യേകിച്ച് രേണുവിനെ പോലെ ആരോഗ്യം കുറഞ്ഞ ഒരാളാവുമ്പം ഈ ഒന്നാമത്തെ ഡോസ് കീമോ മാത്രം എടുത്തിട്ടുള്ളൂ, എന്നിട്ടും അതുപോലും താങ്ങാൻ കഴിയാത്ത ഒരവസ്ഥയിൽ നിൽക്കുന്ന ഒരാൾ ഇങ്ങനെ ഒരു വീഡിയോ കിച്ചുവിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായപ്പോൾ അതിൽ നിന്നുണ്ടായ ആ ധാർമ്മിക രോക്ഷം കാരണം, ധാർമ്മികമായ വിഷമം കാരണം കിച്ചുവിനുള്ള മറുപടിയായി ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുകയുണ്ടായി. ആ വീഡിയോയിൽ രേണുസുധി അത്രയും മനസ്സ് വിഷമിച്ച് സ്വന്തം അസുഖത്തെപ്പറ്റിയോ സ്വന്തം ശരീരത്തിൻ്റെ ക്ഷീണത്തെപ്പറ്റിയോ ഒന്നും ഓർക്കാതെ ഉള്ളിലുള്ള അവസാനത്തെ ഊർജവും പുറത്തെടുത്തുകൊണ്ടാണ് അതിനുള്ള മറുപടിയായി സംസാരിച്ചത്. കാര്യങ്ങൾ വരെ നീ എന്നോട് പറഞ്ഞിട്ടുണ്ട്. രാഹുൽ ദാസിനെ പറ്റി എന്നെ പറ്റി പറയുന്നല്ലോ സസ്പെൻഷൻ. ഞാൻ സസ്പെൻഷൻ അല്ലേ തുടങ്ങിയുള്ളൂ നിയമപരമായിട്ട്. നിയമവിരുദ്ധമായിട്ട് ഞാനൊന്നും ചെയ്തിട്ടില്ലല്ലോ. കിച്ചു, നീ ഇപ്പോഴല്ലേ 1 വർഷമായിട്ടല്ലേ നീ ഇപ്പം സ്വന്തം കാര്യം നിൽക്കാൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ. ഇതിന് മുന്നേ ഒരു രാഹുൽദാസ് ഉണ്ടായിരുന്നു. ചിങ്ങവനം ഭാഗം, കൊല്ലാട് ഭാഗം, അതുപോലെ ഈ പൊങ്ങന്താനം, ഈ തൃക്കൊടുത്താനം പോലീസ് സ്റ്റേഷൻ, വാകത്താനം പോലീസ് സ്റ്റേഷൻ ഒന്ന് തിരക്കി നോക്ക് രാഹുൽദാസിനെ പറ്റി. അറിയാനുള്ളവരോടാണ് ഞാൻ പറയുന്നത്. എന്നെ കുറ്റപ്പെടുത്തുന്നവരെ. എന്തായാലും രേണുസുധി അങ്ങനെ ഒരു നിയമവിരുദ്ധമായിട്ടൊന്നും ഞാൻ ചെയ്തിട്ടില്ല. അപ്പം അത് കേട്ട എല്ലാവരും പറഞ്ഞത് രേണുസുധി അഭിനയിക്കുകയാണ്, രേണുസുധിന് ക്യാൻസർ ഒന്നുമില്ല, അവൾ വെറുതെ കള്ളം പറയുന്നതാണെന്നാണ്. തലേ ദിവസം വരെ കട്ടിലിൽ കിടന്ന് സ്വന്തം വാക്കുകൾ പോലും പുറത്ത് സംസാരിക്കാൻ പറ്റാത്ത ബോധം പോയ അവസ്ഥയിൽ കിടന്നിരുന്ന രേണുസുധി ഇതാ പെട്ടെന്ന് ഇപ്പം അവൾ എത്ര ഊർജ്ജസ്വലയാണ് സംസാരിക്കുന്നത്, അവളുടെ എല്ലാം അവളുടെ അടവാണ് എന്നാണ് പറയുന്നത്. പറഞ്ഞ് രേണുസുധിയെ ഒരു മൂലയ്ക്കാക്കി എന്നുള്ള സംതൃപ്തിയിൽ രേണുസുധിയെ വിട്ട് മറ്റു കണ്ടൻറ്റുകൾ തേടിപ്പോയ ആളുകൾക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. ആ സമയത്താണ് രേണുസുധി കിച്ചുവിനോട് ഇത്തരത്തിലൊരു പ്രതികരണം നടത്തിയത്. ആ പ്രതികരണം ഏറ്റെടുത്തുകൊണ്ട് വീണ്ടും രേണുസുധിയെ ആക്രമിക്കാൻ തുടങ്ങിയിരിക്കുന്നു സോഷ്യൽ മീഡിയ. ഇതിൻ്റെ ചുക്കാൻ പിടിച്ചിരിക്കുന്ന ഒരു വ്യക്തി, ആ വ്യക്തി തുടങ്ങി വയ്ക്കുന്നു, മറ്റുള്ളവരൊക്കെ അത് ആവർത്തിക്കുന്നു. സത്യത്തിൽ കിച്ചു ഇപ്പോൾ മറ്റാരുടെയോ നിയന്ത്രണത്തിലാണ്. കിച്ചു മാത്രമല്ല, കൊല്ലം സുധിയുടെ കുടുംബാംഗങ്ങൾ എല്ലാവരും മറ്റാരുടെയോ ഒരു നിയന്ത്രണ വലയത്തിലാണ്. രേണുവിന് ക്യാൻസർ ആണെന്ന് അറിഞ്ഞപ്പോൾ രേണുവിനെ വെറുക്കുന്നവർക്ക് പോലും മനസ്സിൽ ഒരു നടുക്കമുണ്ടായി. കാരണം എല്ലാ ദിവസവും ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ രാവിലെ മൊബൈൽ തുറന്നാൽ കാണുന്നത് രേണുവിൻ്റെ മുഖമാണ്. അത് ഇഷ്ടമുള്ളവരാണെങ്കിലും ഇഷ്ടമില്ലാത്തവരാണെങ്കിലും അത് കണ്ടിങ്ങനെ സഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഇഷ്ടമില്ലാത്തവർക്ക് പോലും രേണുവിനെ അസുഖമാണെന്നറിഞ്ഞപ്പോൾ നടുക്കമുണ്ടായി. പക്ഷേ ഇത്രയൊക്കെ ആയിട്ടും തന്നെ നോക്കി വളർത്തിയ ഈ അമ്മയുടെ അസുഖം അറിഞ്ഞിട്ട് കിച്ചുവിന് യാതൊരു കൂസലും ഉണ്ടായിരുന്നില്ല. കിച്ചുവിന് മാത്രമല്ല, കൊല്ലം സുധിയുടെ കുടുംബാംഗങ്ങളിൽ ആരും തന്നെ രേണുവിനെ ഒന്ന് ബന്ധപ്പെടുകയോ സംസാരിക്കുകയോ ചെയ്തില്ല. എത്ര ശത്രുതയിൽ ഉള്ളവരാണെങ്കിൽ പോലും ഇത്തരം അസുഖമൊക്കെ ആണെന്നറിഞ്ഞാൽ എല്ലാവരും ഒന്ന് പോയി അന്വേഷിക്കും, കാര്യങ്ങളൊക്കെ തിരക്കും. അതാണ് നമ്മൾ മനുഷ്യർ ചെയ്യുക. ഇത്രയും ദിവസം മൗനമായിരുന്നതിന് ശേഷം ഒരു ആമുഖമായി കിച്ചുവിൻ്റെ വക ഒരു പോസ്റ്റ്: വിഷമമുള്ളവരുടെ വിഷമമെല്ലാം തീരട്ടെ, ഞാൻ അമ്മയെ കാണാൻ പോകുന്നുണ്ട്, ബാക്കിയെല്ലാം വന്നിട്ട് പറയാം. ആർക്കോ വേണ്ടി കോട്ടയത്ത് പോയ കിച്ചുവിന് രേണുസുധിയെ കാണാൻ കഴിഞ്ഞില്ല. ആ സമയത്ത് രേണു ICUവിലായിരുന്നു. എന്നാൽ ICUവിൽ പോയി രേണുവിനെ കാണാനുള്ള ഒരു ആത്മാർത്ഥ ശ്രമം കിച്ചുവിൻ്റെ ഭാഗത്തു നിന്നുണ്ടായില്ല. രേണുവുമായി ബന്ധപ്പെട്ട പല ആളുകളും ICUവിൽ വന്ന് രേണുവിനെ കാണുന്നുണ്ടായിരുന്നു. അമ്മ ICUവിലാണ്, അങ്ങോട്ട് പോയാൽ അമ്മയെ കാണാൻ പറ്റില്ല എന്ന പേരും പറഞ്ഞ് ആ ആശുപത്രിയുടെ ഭാഗത്തേക്ക് പോലും കിച്ചു പോയില്ല. കോട്ടയത്തെ വീട്ടിൽ പോയി ഋതപ്പനെ കണ്ട ശേഷം തിരിച്ചെത്തിയ കിച്ചു ഉടൻ തന്നെ ഒരു പോസ്റ്റ് ഇടുകയായിരുന്നു. സത്യത്തിൽ കിച്ചുവിൻ്റെ മനസ്സ് സമ്മതിച്ചേ പറ്റൂ.
തന്നെ കുറേ കാലം നോക്കി വളർത്തിയ വ്യക്തി അത്യാസന്ന നിലയിൽ ആശുപത്രിയിൽ കിടക്കുമ്പോൾ ഒന്ന് കാണാനോ ആശ്വസിപ്പിക്കാനോ ഉള്ള ഒരു മനസ്സ് കാണിക്കാതെ താൻ എന്തുകൊണ്ടാണ് അമ്മയെ കാണാൻ പോവാതിരുന്നത് എന്നുള്ളതിനുള്ള ഒരു ന്യായീകരണം എന്ന രീതിയിലാണ് കിച്ചു വീഡിയോ ഇട്ടത്. ആ വീഡിയോ രേണുവിനെ ആഞ്ഞു തൊഴിക്കുന്നതിന് തുല്യമായിരുന്നു. കല്ലെറിയാൻ വേണ്ടി രേണുവിനെ സമൂഹത്തിന് ഇട്ടുകൊടുക്കുകയായിരുന്നു. എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നെങ്കിൽ കിച്ചുവിന് അത് നേരത്തെ പറയാമായിരുന്നു. ആ വീഡിയോ ചെയ്ത സമയത്ത് തന്നെ വ്യക്തമായിട്ട് പറയാമായിരുന്നു. എല്ലാം മറന്ന് ശത്രുക്കൾ പോലും രേണുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്താണ് സ്വന്തം മകൻ എന്ന് പറയുന്ന കിച്ചു ഈ പ്രവൃത്തി ചെയ്തത്. ആരുടെ നിർദ്ദേശപ്രകാരമാണ് കിച്ചു ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടത്? 11 വയസ്സ് മുതൽ തന്നെ നോക്കി വളർത്തിയ അമ്മയ്ക്ക് ഇങ്ങനെ ഒരു രോഗമാണെന്ന് അറിഞ്ഞിട്ട് പോലും ഉള്ളിൽ തട്ടിയ ഒരു നടുക്കം വരാതെ എന്നറിയാനുള്ള ഒരു ആകാംക്ഷയില്ലാതെ എന്തുകൊണ്ടാണ് കിച്ചുവിന് ഇങ്ങനെ ഒരു ആകാംക്ഷയില്ലാതെ പോയത്? സത്യത്തിൽ ഞാനൊരു കാര്യം നിങ്ങളോട് ചോദിക്കട്ടെ. എന്ത് ദ്രോഹമാണ് രേണുസുധി നിങ്ങളോടെല്ലാം ചെയ്തത്? കൊല്ലം സുധി ആകസ്മികമായി മരണപ്പെട്ടപ്പോൾ അവരുടെ കയ്യിൽ എടുക്കാൻ ഒരു തുണ്ട് കാശ് പോലും ഉണ്ടായിരുന്നില്ല. അത്തരം ഒരു അവസ്ഥയിലായിരുന്നു ആ കുടുംബം ഉണ്ടായിരുന്നത്. കാണുമ്പോൾ തന്നെ അറിയാം, ആ കോളനിയിലെ വെറും 3000 രൂപ വാടക കൊടുക്കുന്ന ഒരു വീട്ടിലായിരുന്നു അവർ താമസിച്ചിരുന്നത്. നമുക്കറിയാം ഒരു 3000 രൂപയ്ക്ക് എങ്ങനത്തെ ഒരു വീടായിരിക്കും കിട്ടുക എന്ന്. അപ്പോൾ അത്രയും സാമ്പത്തികമായ രീതിയിൽ അധപ്പതിച്ച് നിൽക്കുന്ന ഒരവസ്ഥയിലായിരുന്നു കൊല്ലം സുധി ഉണ്ടായിരുന്നത്. അത് അദ്ദേഹത്തിന് വരുമാനം കിട്ടാത്തത് കൊണ്ടാണോ, അല്ലെങ്കിൽ ആ കിട്ടുന്ന വരുമാനം വേറെ ഏതെങ്കിലും രീതിയിൽ മദ്യപാനമോ തലയില്ലാത്ത രീതിയിൽ പണം ദുരുപയോഗം ചെയ്തത് കൊണ്ടാണോ, അതൊന്നും നമുക്ക് അറിയില്ല. എങ്ങനെയായാലും അവരുടെ ജീവിതസ്ഥിതി വളരെ പരിതാപകരമായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള സ്ഥിതിയിൽ കുട്ടികളെ പോറ്റാൻ വേണ്ടി മുന്നോട്ട് എങ്ങനെ ജീവിക്കും എന്നുള്ള ആ വേവലാതിയുടെ പുറത്ത് രേണുസുധി ആൽബങ്ങളിൽ അഭിനയിക്കാൻ തുടങ്ങുന്നു. ആളുകളുടെ പരിഹാസവും പുച്ഛവും കളിയാക്കലും ഒന്നും കണക്കിലെടുക്കാതെ തൻ്റെ ലക്ഷ്യത്തിലേക്ക് ഉറച്ച മനസ്സുമായി മുന്നോട്ടിറങ്ങി നടക്കുകയായിരുന്നു രേണുസുധി ചെയ്തത്. കൊല്ലം സുധിയുടെ ഭാര്യ എന്നുള്ള പേര് അതും തലയ്ക്ക് വെച്ച് കിടക്കുകയായിരുന്നെങ്കിൽ രേണുസുധി ഇന്നുള്ള ലെവലിലേക്ക് എത്തുമായിരുന്നില്ല. അത്ര ഒരു ലെവലിൽ, അങ്ങനെ ഒരു ലെവലിൽ കൊല്ലം സുധിക്ക് സോഷ്യൽ മീഡിയയിൽ ഉണ്ടായിരുന്നില്ല. കൊല്ലം സുധിയുടെ പേരിലാണ് രേണുസുധി പണം ഉണ്ടാക്കിയത്. അതെല്ലാം കിച്ചുവിന് അവകാശപ്പെട്ടതാണെന്ന് പറയുന്നുണ്ടല്ലോ. കൊല്ലം സുധി എന്നുള്ള ആ പേര് തലയ്ക്ക് വെച്ച് രേണുസുധി കിടക്കുകയായിരുന്നെങ്കിൽ ഈ ലെവലിൽ രേണുസുധി എത്തുമായിരുന്നില്ല. ഇന്ന് ഇവർക്കൊരു മാരക രോഗം വന്നപ്പോൾ ആ രോഗത്തിനെ ചികിത്സിക്കാൻ തക്കവണ്ണം പ്രാപ്തിയുള്ള ആളായി മാറിക്കഴിഞ്ഞിരുന്നു രേണുസുധി. ആദ്യഘട്ടത്തിലുള്ള ട്രീറ്റ്മെൻറ്റിന് ആരുടെയും മുമ്പിൽ പോയി കൈ നീട്ടേണ്ട ഗതി അവർക്കില്ലാതായി. അതൊക്കെ അവരുടെ ആ ഉറച്ച ആ വിശ്വാസം കൊണ്ട് ആരെന്ത് പറഞ്ഞാലും ഞാൻ മുന്നോട്ട് തന്നെ പോകുമെന്നുള്ള ആ ഒരു ഉറച്ച വിശ്വാസം തന്നെയാണ് അവരെ ഇന്നത്തെ ഈ നിലയിൽ എത്തിച്ചിരിക്കുന്നത്. കാരണം പുച്ഛിച്ചവരോടും കളിയാക്കിയവരോടും മുന്നിൽ പോട പുല്ലേ എന്നുള്ള രീതിയിൽ മുന്നോട്ട് യാത്ര ചെയ്ത് ഈ ഉയരങ്ങളിൽ എത്തി നിൽക്കുന്ന രേണുസുധിക്ക് അപ്രതീക്ഷിതമായി കടന്നു വന്ന ഈ രോഗം എത്രയും പെട്ടെന്ന് മാറ്റിക്കൊടുക്കണേ എന്നാണ് എല്ലാവരുടെയും പ്രാർത്ഥന. ഉപദ്രവിക്കാതെ വിടുക. ഞാൻ ഒരു ക്യാൻസർ പേഷ്യൻ്റ് ആണ്. ഞാൻ നിന്റെ കാല് പിടിച്ച് ഈ അമ്മ പറയാം. എൻ്റെ നെഞ്ചത്ത് അടിക്കാൻ പറ്റത്തില്ല. തിക്ലൈൻ കിടക്കുന്നതുകൊണ്ട് ഞാൻ അടിച്ചു കഴിഞ്ഞാൽ എനിക്ക് വേദനിക്കും. ഞാൻ കാല് പിടിച്ച് പറയുക. എന്നെ ഇനി നാക്കിട്ട് എന്നെ ഇനി കുത്തി ഇനി എന്നെ സംസാരിപ്പിക്കരുത്. എനിക്ക് വയ്യ. ഇനി എൻ്റെ പേരെടുത്തിടരുത്. എനിക്ക് ഗുണം ചെയ്തില്ലെങ്കിലും എന്നെ ദ്രോഹിക്കാതിരിക്കുക. എൻ്റെ കുഞ്ഞിനെ ഓർത്തിട്ട് ഇതിനകത്തൊന്ന് എഴുന്നേറ്റ് വന്നേ പറ്റത്തുള്ളൂ, എൻ്റെ ഋതപ്പിന് വേണ്ടിയിട്ട്. അമ്മയ്ക്ക് പറയാൻ ഒരുപാട് കാര്യങ്ങൾ, തെളിവ് സഹിതം കാര്യങ്ങൾ അടക്കും. ഇപ്പം മോൻ സ്നേഹം കാര്യങ്ങളും ഒക്കെ ആയിട്ട് അച്ഛൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മോഷണം കാര്യങ്ങളൊക്കെ ആവുന്നുണ്ട് പല ആളുകളും. മോൻ്റെ വോയിസ് റെക്കോർഡും കാര്യങ്ങളും ഇപ്പോഴും നമ്മുടെ അളിയൻ്റെ ഫോണിനകത്ത് ഇപ്പോഴും കിടപ്പുണ്ട്, പഴയ റെക്കോർഡുകൾ, അച്ഛൻ്റെയും മോൻ്റെ സംഭാഷണങ്ങളൊക്കെ. മോൻ ഈ കാണിച്ച അമ്മയുടെ ചാറ്റ് പുറത്ത് വിട്ട പോലത്തെ അങ്ങനത്തെ ഒരു മനസ്സുള്ളവരാണ് ഞങ്ങളൊക്കെ. അതും പുറത്ത് വിടത്തില്ല മോനെ, ഞങ്ങളിതൊന്നും ചെയ്യുന്നില്ലല്ലോ. എന്നിട്ട് ഇനിയെങ്കിലും എന്നെ വെറുതെ വിടാൻ മേലെ. ഞാനൊരു ക്യാൻസർ പേഷ്യൻ്റ് അല്ലേ, ഇനിയെങ്കിലും എന്നെ ഒന്ന് വെറുതെ വിടാൻ മേലെ. 11 വയസ്സിലെ സുധിച്ചേട്ടൻ അന്ന് ശ്വാസിൽ വെച്ച് എന്നെ ഏൽപ്പിച്ചപ്പം ആരുമില്ലായിരുന്നു മോനൊരു പ്രാവശ്യം അച്ഛനോട് വഴക്ക് പിടിച്ച് കൊല്ലത്ത് പോട്ടെ എന്ന് പറഞ്ഞ് ഫോൺ വിളിച്ച് ഓർക്കുന്നുണ്ടോ? അന്ന് അവരെന്തുവാ പറഞ്ഞ മോനെ ഇങ്ങോട്ട് വരണ്ട, അവിടെ അച്ഛൻ്റെ അമ്മയുടെ കൂടെ നിന്നാൽ മതി. ഇതൊക്കെ മോനെ എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷെ മോൻ അതൊന്നും ഓർമ്മ കാണത്തില്ല. ആപത്ത് ഘട്ടങ്ങളിൽ പോലും ഞാനുമില്ലായിരുന്നു. ഈ അമ്മയും നീ കുറ്റം പറഞ്ഞ നിന്റെ അളിയനും ചേച്ചിയൊക്കെ ഉള്ളായിരുന്നു. ഓരോ കുറ്റത്തിന് പോലീസ് സ്റ്റേഷൻ വരെ കയറി ഇറങ്ങി ഞാനായിരുന്നു. വേറെ ആരെങ്കിലും ഇപ്പം നിന്നെ ഈ
കൊണ്ട് നടക്കുന്നവരാരും ഇല്ലായിരുന്നല്ലോ അന്ന്. ഇനി എന്നെ കൊണ്ട് പറയിപ്പിക്കല് കിച്ചു. ഇനി ഇതിൽ കൂടുതൽ എനിക്കൊന്നും പറയാനില്ല. ഇനി എന്നെ വെറുതെ വിടുക. ഇത് നിന്നെ പറ്റിയുള്ള എൻ്റെ ലാസ്റ്റ് വീഡിയോ ആയിരിക്കും. ഇതെൻ്റെ ലാസ്റ്റ് വീഡിയോ ആയിരിക്കണം. നിന്നെപ്പറ്റി, ഈ രാഹുൽ ദാസിനെ പറ്റി അല്ലെങ്കിൽ കിച്ചുവിനെ പറ്റിയുള്ള ലാസ്റ്റ് വീഡിയോ ആയിരിക്കണം ഇതെൻ്റെ. ഇനി എന്നെ കൊണ്ട് വീഡിയോ ഇടിപ്പിക്കരുത് കിച്ചു. എനിക്ക് വയ്യ. ഞാനൊരു ക്യാൻസർ പേഷ്യൻ്റ് ആണ്. ഒരു ക്യാൻസർ രോഗിയായിട്ടുള്ള ഒരാളുടെ മനസ്സ് എത്രത്തോളം വേദനിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്കറിയാം. ഡോക്ടേഴ്സ് ഇപ്പോഴും പറഞ്ഞിട്ടുള്ളത് എൻ്റെ മനസ്സിനെ വേദനിപ്പിക്കരുതെന്നാണ് ചേച്ചിയോടൊക്കെ പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ അല്ല എൻ്റെ അസുഖം. നിങ്ങൾ ഓർത്ത ക്യാൻസർ, ബ്രസ്റ്റ് ക്യാൻസർ, അതല്ല എൻ്റെ അസുഖം. നിങ്ങൾക്ക് എൻ്റെ സ്റ്റേജും കാര്യങ്ങളും ഒന്നും അറിയത്തില്ല. ഡോക്ടേഴ്സ് എത്ര ശതമാനമാണ് എന്നെ രക്ഷിച്ചെടുക്കാന്നുള്ള ചാൻസ് പോലും നിങ്ങൾക്ക് ആർക്കും അറിയത്തില്ല. അറിയാതാണ് നിങ്ങൾ ഈ സോഷ്യൽ മീഡിയയിൽ കിടന്ന് എന്നെ കുറ്റപ്പെടുത്തുന്നത്. ഞാൻ ഇത്രയും പറയത്തില്ല. ഞാൻ ഇവിടെ കിടക്കുമായിരുന്നു. ഇത്രയും ഞാൻ പറയത്തില്ലായിരുന്നു. പക്ഷെ നിങ്ങൾ എന്നെ കൊണ്ട്, കിച്ചു എന്നെ കൊണ്ട് ഇത് പറയിപ്പിച്ചു. ഇനിയും ഇത് കിച്ചുവിനെ പറ്റിയുള്ള എൻ്റെ ലാസ്റ്റ് വീഡിയോ ആയിരിക്കണം. എന്നെ നീ എന്നെ എനിക്ക് ഒരു സ്നേഹവും എനിക്ക് തരണ്ട. എന്നെ വന്ന് കാണണ്ട. ആരുടെ വിഷമം തീർക്കാൻ എന്നെ വന്ന് കാണും. ഇന്ന് വരെ കണ്ടുമില്ല, വിളിച്ചുമില്ല, മിണ്ടിയില്ലല്ലോ. വേണ്ട, ഇനി ഇത് വേണ്ട. എന്നെ വെറുതെ വിട്ടേക്ക്. ഈ ഉള്ളവളെ വെറുതെ വിട്ടേക്ക്. ഞാൻ ചത്താലും എൻ്റെ ശവം പോലും നിങ്ങൾ ആരും വന്ന് കണ്ട് എന്നെ ഒരു റീത്ത് പോലും ആരും സമർപ്പിക്കണ്ട. എന്നെ വെറുതെ വിട്ടേക്ക്. എന്നെ വെറുതെ വിട്ടേക്ക്. എൻ്റെ കൊച്ചിന് വേണ്ടിയിട്ട് എന്നെ വെറുതെ വിട്ടേക്ക്.